നമസ്കാരം കൂട്ടുകാരെ, 2014 പുറത്തിറങ്ങിയ ചലച്ചിത്രം സ്റ്റാർഡപ്പിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് എറിക് എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എറിക് എന്ന ജുവനൈൽ പ്രിസണിൽ നിന്നും മുതിർന്നവർക്ക് വേണ്ടിയുള്ള മറ്റൊരു പ്രിസണിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. എറിക്കിന്റെ കുറ്റകൃത്യങ്ങളും വയലന്റ് പാസ്റ്റുമടക്കം വെച്ചുകൊണ്ടായിരുന്നു 19 വയസ്സിലേക്ക് കടന്നതും എറിക്കിനെ ജുവനൈൽ പ്രിസണിൽ നിന്നും സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റുന്നത്. അതേ ജയിലിലായിരുന്നു എറിക്കിന്റെ അച്ഛനായിരുന്ന നെവിൽ എന്ന വ്യക്തി ജീവപര്യന്തം തടവനുഭവിച്ചുകൊണ്ടിരുന്നത്. പതിവ് പോലെ ജയിലിലേക്ക് എത്തുന്ന എറിക്കിന് വലിയ ചെക്കിങ്ങിലൂടെ കടന്നുപോകേണ്ടി വരികയാണ്. ചെക്കിങ്ങും ബാക്കി പ്രൊസീജിയേഴ്സും കഴിഞ്ഞതും എറിക്കിന് ജയിൽ യൂണിഫോമും മറ്റ് സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് എറിക്കിനെ അവന്റെ സെല്ലിലേക്ക് മാറ്റി. ആദ്യമായിട്ടാണ് എറിക് അത്തരത്തിലൊരു സെൻട്രൽ പ്രിസണിലേക്ക് എത്തുന്നത്. സെൻട്രൽ പ്രിസണിൽ പൊതുവെ അപകടാവസ്ഥ കൂടുതലാണെന്നും അവിടെയുള്ള മറ്റ് അന്തേവാസികൾ ആക്രമിച്ചാൽ താൻ ഒറ്റയ്ക്ക് എതിരിടേണ്ടി വരുമെന്നും ഒക്കെ എറിക്കിന് തോന്നിയിരുന്നു. പൊതുവെ വയലന്റ് സ്വഭാവമുള്ള എറിക്കെന്ന് അങ്ങനൊരു ആക്രമണം നടന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കൊടുത്ത ബ്രഷും ഷേവിംഗ് സെറ്റും ഉപയോഗിച്ച് ഒരു ആയുധം തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വൈകാതെ എറിക് ആ വെപ്പണെടുത്ത് സെല്ലിലെ ലൈറ്റ് ബോക്സിന്റെ അടുത്ത് ഒളിപ്പിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ ഗാർഡുകൾ പരിശോധനയ്ക്ക് വരുമ്പോൾ അത് പിടിച്ചെടുത്താലോ. പിന്നീട് എറിക് അല്പം എക്സസൈസ് ചെയ്തു. അതിനുശേഷമായിരുന്നു ലഞ്ച് ടൈം ആകുന്നത്. ഭക്ഷണമെടുക്കാൻ എറിക് നേരെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ക്യൂ നിന്ന് വേണമായിരുന്നു ഭക്ഷണം വാങ്ങുവാൻ. പക്ഷേ ഭക്ഷണ വിതരണക്കാരനായ ജാഗുവുമായി എറിക് അന്ന് അവിടെ വെച്ച് തന്നെ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഓഫീസേഴ്സ് വന്നായിരുന്നു എറിക്കിനെ മാറ്റിക്കൊണ്ടുപോയത്. തന്റെ ഫുഡ് റേഷൻ കിട്ടിയതും ഓഫീസേഴ്സിനൊപ്പം എറിക് തന്റെ സെല്ലിലേക്ക് പോയി. പിന്നീട് ഗ്രൗണ്ടിലിറങ്ങാനുള്ള സമയമായപ്പോൾ എറിക് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ജയിലിലെ മറ്റ് ഇൻമേറ്റ്സുകളൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. എറിക് അവിടെ നിൽക്കുമ്പോൾ എറിക്കിനെതിരെ ഒരാൾ നടന്നു വരാൻ തുടങ്ങി. അത് എറിക്കിന്റെ അച്ഛൻ നെവലിയായിരുന്നു. എറിക്കിനോട് നെവലി സംസാരിച്ചു. ജയിലിന് ജയിലിന്റേതായ റൂളുകളുണ്ട്. അടങ്ങിയൊതുങ്ങി കൃത്യമായ റൂളുകൾ ഫോളോ ചെയ്ത് ഇവിടെ തുടർന്നാൽ വൈകാതെ എറിക്കിന് മോചിതനായി പുറത്തു പോകാം എന്നായിരുന്നു നെവലി ഉപദേശിച്ചത്. പക്ഷേ അച്ഛനോട് എറിക്കിന് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. എറിക്കിന്റെ കുഞ്ഞിലെ അച്ഛൻ ജയിലിലായതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് എറിക്ക് നേരെ തന്റെ സെല്ലിലേക്ക് പോയി. പിന്നാലെ എറിക്കിന്റെ റൂമിലേക്ക് എറിക്കിന്റെ എതിരിലെ സെല്ലിൽ താമസിക്കുന്ന മക്ഡൊണാൾഡ് എന്ന വ്യക്തി എന്തോ എടുക്കുവാനായി കടന്നു വന്നു. പക്ഷേ എറിക്കാകട്ടെ തന്നെ ആക്രമിക്കാനാണ് മക്ഡൊണാൾഡ് വന്നത് എന്നായിരുന്നു ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ എറിക്ക് മക്ഡൊണാൾഡിനെ കടന്നാക്രമിച്ചു. എറിക്കിന്റെ മർദ്ദനമേറ്റ് മക്ഡൊണാൾഡ് ബോധരഹിതനാവുകയും ചെയ്തു. പിന്നീടാണ് തനിക്ക് പറ്റിയ അബദ്ധം എറിക്ക് തിരിച്ചറിയുന്നത്. അങ്ങനെ കിടന്നാൽ മക്ഡൊണാൾഡിന് വല്ലതും സംഭവിക്കുമോ എന്ന് ഭയന്ന എറിക് മക്ഡൊണാൾഡിനെ പൊക്കിയെടുത്ത് ജയിൽ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു. എറിക്കിനോട് അവിടെ നിൽക്കുവാൻ ഗാർഡുകൾ ആവശ്യപ്പെട്ടെങ്കിലും എറിക് അതൊന്നും വില കൽപ്പിക്കാതെ തിരികെ സെല്ലിലേക്ക് പോന്നു. വൈകാതെ സംഘം ചേർന്ന് ഗാർഡുകളെത്തി എറിക്കിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വല്ലാതെ ഭയന്നിരുന്ന ചെറുപ്പമായിരുന്ന എറിക് പാനിക്കായി ഗാർഡുകളെ കടന്നാക്രമിക്കുന്നു. പിന്നാലെ താൻ തെറ്റിദ്ധരിച്ചതാണെന്നും അബദ്ധത്തിൽ തല്ലിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എറിക് ശ്രമിച്ചെങ്കിലും ഗാർഡുകൾ അതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. എറിക്കിൽ നിന്ന് അകന്നുമാറി ഗാർഡുകൾ നിൽക്കുകയും അവനെ തിരിച്ചാക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയം അങ്ങോട്ടേക്ക് അവിടുത്തെ വോളണ്ടിയർ തെറാപ്പിസ്റ്റായ ഒലിവർ കടന്നുവരികയാണ്. ഒലിവർ എറിക്കിനെ സമാധാനിപ്പിക്കുകയും എറിക്കിനെ ഗാർഡുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ അവനെ ഉടനടി ഏകാന്ത തടവറയിലേക്ക് മാറ്റുവാനും നിർദ്ദേശിക്കുന്നു. പിന്നാലെ സെഗ്രിഗേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഏകാന്ത തടവറയുടെ ഭാഗത്തേക്ക് എറിക്കിനെ ഒലിവർ തന്നെ കൊണ്ടുപോവുകയും അവിടുത്തെ സെല്ലിൽ അവനെ അടയ്ക്കുകയും ചെയ്തു. അധികം വൈകാതെ ഒലിവർ തന്നെ മുൻകൈയെടുത്ത് ജയിൽ വാർഡനും ഗവർണറും കൂടിയായ കാർഡ്യൂവിനെ വിളിച്ചു വരുത്തുകയാണ്. എറിക്കിന്റെ കണ്ടീഷനെ പറ്റിയും എറിക്ക് കടന്നുപോകുന്ന മാനസികാവസ്ഥയെ പറ്റിയുമൊക്കെ ഒലിവർ അവരോട് സംസാരിച്ചു. എത്രയും വേഗം എറിക്കിന് വേണ്ട ചികിത്സ നൽകി തുടങ്ങണമെന്നും ഇല്ലെങ്കിൽ അപകടമാണെന്നും അവന്റെ വയലന്റ് സ്വഭാവം വളരെയധികം വർദ്ധിച്ചു വരുമെന്നും ഒലിവർ വാർഡനോട് പറഞ്ഞു. തന്റെ കൗൺസിലിംഗ് സെഷനിൽ എറിക്കിനെയും ഉൾപ്പെടുത്താനുള്ള അനുവാദം ഒലിവർ ചോദിക്കുകയാണ്. പക്ഷേ ഗാർഡുകളുടെ ഹെഡായ ഹെയ്സിന് അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവന്റെ വയലൻസിന് കൗൺസിലിംഗ് ഒന്നുമല്ല ശിക്ഷയായി കൊടുക്കേണ്ടത് എന്ന പക്ഷക്കാരനായിരുന്നു ഹെയ്സ്. പക്ഷേ ഒലിവർ എറിക്കിനു വേണ്ടി വാദിച്ചു. എറിക്കിന് ശിക്ഷ കൊടുക്കണം എന്ന് ഹെയ്സ് പറഞ്ഞു മുമ്പോട്ട് വന്നെങ്കിലും ഒലിവർ തന്റെ വാദങ്ങൾ കൊണ്ട് അതിനെ മറികടന്നു. എറിക്കിനെ ഗ്രൂപ്പ് ഡിസ്കഷനിലും കൗൺസിലിംഗ് സെഷനിലും ഉൾപ്പെടുത്തുവാൻ വാർഡന്റെ അനുവാദവും ഒലിവർ നേടിയെടുത്തു. വൈകാതെ ഗവർണറുടെ
അവരുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നു. എറിക്കിനെ പറ്റിയുള്ള വിവരങ്ങളും ഒലിവറിൽ നിന്ന് തന്നെ ഗവർണർ ചോദിച്ചു മനസ്സിലാക്കി. അടുത്ത ഘട്ടമെന്ന രീതിയിൽ എറിക്കിനെ വീണ്ടും സാധാ വിങ്ങിലേക്ക് മാറ്റുവാനും കൗൺസിലിംഗിന് വിധേയയാക്കുവാനും ഗവർണർ നിർദ്ദേശം കൊടുത്തു. ഒപ്പം ചില കണ്ടീഷൻസും ഗവർണർ മുമ്പോട്ട് വെച്ചിരുന്നു. ആ കണ്ടീഷൻസ് കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയം ആ കാലയളവിൽ എറിക്ക് തെറ്റിച്ചാൽ ശിക്ഷാവിധികൾക്ക് എറിക് വിധേയനാക്കപ്പെടും. കൗൺസിലിംഗ് സെഷനിൽ നിന്ന് എറിക്കിനെ മാറ്റപ്പെടും എന്നായിരുന്നു ഗവർണർ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടുണ്ടായിരുന്ന എറിക്കാകട്ടെ പരിഹാസ രീതിയിൽ ഗവർണറിനോടും ബാക്കിയുള്ളവരോടും സംസാരിക്കുകയാണ്. അതോടെ സെഗ്രിഗേഷൻ ഇടത്തേക്ക് തന്നെ എറിക്ക് വീണ്ടും മാറ്റപ്പെട്ടു. അപ്പോഴേക്കും ഹെയ്സിന് മനംമാറ്റം വന്നിരുന്നു. എന്തായാലും ആ പയ്യൻ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ഹെയ്സ് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അവന്റെ കാര്യം തങ്ങൾ പിന്നെ നോക്കും എന്നായിരുന്നു ഹെയ്സ് കൂട്ടിച്ചേർത്തത്. പിന്നീട് ഒലിവർ എറിക്കിന്റെ അടുത്തേക്ക് ചെന്നെങ്കിലും എറിക് ഒലിവറിനെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. എറിക്കിന്റെ അച്ഛനായ നെവിലിന് ആ ജയിലിൽ അല്പം പിടിപാടുണ്ടായിരുന്നു. വാർഡന്മാരും ഗാർഡുകളൊക്കെ ഉണ്ടെങ്കിലും ആ ജയിൽ പ്രധാനമായും ഭരിക്കുന്നത് ഡെന്നീസ് എന്ന ഒരു ഡോണാണ്. ഡെന്നീസിന്റെ വലങ്കൈയായിരുന്നു നെവിൽ. നെവിൽ ഡെന്നീസുമായി സംസാരിച്ചു. തന്റെ മകൻ ഇവിടെ ജയിലിലുണ്ടെന്നും അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നും നെവിൽ പറയുകയാണ്. ഡെന്നീസ് പറഞ്ഞു, ജയിലിലെ ശിക്ഷാവിധികളും നിയമങ്ങളുമൊക്കെ നിനക്കും അറിയാവുന്നതാണല്ലോ. നിന്റെ മോന് ചില ഡിസോർഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ നീ ഗൈഡ് ചെയ്യണം. എങ്കിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ വെച്ച് തന്നെ അവൻ കൊല്ലപ്പെടും. പിന്നാലെ അവിടുത്തെ ഒരു വാർഡന്റെ സഹായത്തോടെ നെവിൽ തന്റെ മകനുള്ള സെഗ്രിഗേഷൻ ഏരിയയിലേക്ക് എത്തി. മകന്റെ സെല്ലിലെത്തി അവനെ കണ്ട് സംസാരിച്ചു. ജയിലിലെ നിയമങ്ങളും മറ്റും അവൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ അവന് പെട്ടെന്ന് പുറത്തു പോവാൻ സാധിക്കൂ എന്നും നെവിൽ പറഞ്ഞു. തന്നെ പോലല്ല അവനെന്നും അവന് ജയിൽ വിട്ട് രക്ഷപ്പെട്ടു പോവാൻ സാധിക്കുമെന്നും നെവിൽ കൂട്ടിച്ചേർത്തു. പിന്നാലെ ഒരു കാര്യവും പറഞ്ഞു, ആവശ്യമില്ലാതെ ജയിലിൽ പ്രശ്നമുണ്ടാക്കരുത്. ഗാർഡുകൾക്കെതിരെ പ്രശ്നമുണ്ടാക്കിയാൽ ഗാർഡുകൾ തന്നെ എറിക്കിനെ വകവരുത്തും. ആത്മഹത്യ എന്ന രീതിയിൽ മാത്രമായിരിക്കും പുറം ലോകം അത് അറിയുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ എറിക്കിന് അച്ഛന്റെ ഉപദേശങ്ങളിലും താല്പര്യമുണ്ടായിരുന്നില്ല. അച്ഛന്റെ പറച്ചിലുകളെ പരിഹാസ രൂപേണ അവൻ അവഗണിച്ചു. താൻ കൊണ്ടുവന്ന ഫുഡ് തിന്നോളണം എന്ന് ആക്രോശിച്ചു പറഞ്ഞ് പിന്നാലെ നെവിൽ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം നെവിലിനോട് കൂറുള്ള ഒരു ഗാർഡിന്റെ സഹായത്തോടെ മകനെ ഏകാന്ത തടവിൽ നിന്ന് മോചിപ്പിക്കുന്ന നെവിൽ വിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. ഗാർഡിനൊപ്പം അപ്സ്റ്റേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും മുമ്പ് പ്രശ്നമുണ്ടാക്കിയ ജാഗോ എന്ന വ്യക്തി അവിടെ നിന്ന് പോകുന്നത് എറിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. മക്ഡൊണാൾഡ് ആകട്ടെ അപ്പോഴേക്കും പരിക്കുകളൊക്കെ ചികിത്സിക്കപ്പെട്ട് തന്റെ സെല്ലിലേക്കും വന്നെത്തിയിരുന്നു. ജാഗോയുടെ മുറിയിലേക്ക് കടന്നു കയറിയ എറിക് മുറി അലങ്കോലമാക്കിയ ശേഷം അവിടെ നിന്ന് ചില സാധനങ്ങളും എടുത്തു. പിന്നാലെ ക്ലീനിങ് ട്രോളിയിൽ നിന്ന് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ട കുറച്ച് സാധനങ്ങളും എടുത്ത് അവൻ തന്റെ റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും തന്റെ റൂം അലങ്കോലമാക്കിയവനെ ജാഗോ തിരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. വൈകാതെ അത് പ്രവർത്തിച്ചത് എറിക്കാണെന്നും ജാഗോ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം നെവിൽ തന്നെയായിരുന്നു മകൻ എറിക്കിനെ ഒലിവറുടെ കൗൺസിലിംഗ് സെഷനിലേക്ക് എത്തിക്കുന്നത്. ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷനായിരുന്നു അത്. മറ്റു കുറച്ച് ഇൻമേറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. മറുവശത്ത് ജാഗോ ആകട്ടെ തടവ് പുള്ളിയായ മറ്റൊരാളെ കണ്ട് ചെറിയ കൈക്കൂലി കൊടുത്ത് എറിക്കിനെ വകവരുത്താൻ അയാളെ ഏൽപ്പിക്കുകയായിരുന്നു. ഒലിവറിന്റെ കൗൺസിലിംഗ് റൂമിൽ എത്തിയെങ്കിലും ഒലിവർ പറയുന്നതൊന്നും എറിക്ക് ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. വന്നപാടെ സിഗരറ്റ് കത്തിച്ചവൻ വലിക്കാൻ തുടങ്ങി. അവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നൊലിവർ പറഞ്ഞിട്ടും എറിക്ക് ചെവികൊണ്ടില്ല. അവിടെ അവൻ ചെറിയ ബഹളം സൃഷ്ടിച്ചു. അതോടെ ഗാർഡ് വന്ന് അവനെ പിടിച്ച് സെല്ലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതോടെ ഒലിവർ തന്റെ കൗൺസിലിംഗ് സെഷനിലുള്ള ഇൻമേറ്റ്സ് ആയ 2 പേരോട് ഹസ്സനോടും ടൈറോനോടുമായി എറിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന്റെ മേലൊരു കണ്ണു വെച്ചേക്കണേ എന്ന് പ്രത്യേകം പറയുന്നു. അന്ന് വൈകുന്നേരം എറിക്കിന്റെ റൂമിൽ വെച്ച് എറിക് ആക്രമിക്കപ്പെടുകയാണ്. ഹാസൻ അപ്പോഴേക്കും എറിക്കിനെ സഹായിക്കാനെത്തി. എറിക്കും ഹാസനും ചേർന്ന് അക്രമകാരികളെ തുരത്തിയോടിച്ചു. പിന്നാലെ ആവശ്യമില്ലാത്ത വള്ളിയൊന്നും പിടിച്ചു വെച്ചേക്കരുത്, ഫൈറ്റിൽ ഏർപ്പെടരുത്, അത് എറിക്കിനെ കൂടുതൽ പ്രശ്നത്തിലേ എത്തിക്കൂ എന്ന് ഹാസൻ എറിക്കിനോട് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് കൗൺസിലിംഗ് സെഷൻ എറിക്ക് സ്ഥിരമായി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. സെഷനിലുള്ള ബ്ലാക്ക് പീപ്പിൾസുമായും എറിക്കിന് സൗഹൃദം ഉടലെടുക്കുകയാണ്. പക്ഷേ ഇതൊന്നും നെവിലിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തന്റെ മകൻ പ്രശ്നക്കാരായ മറ്റൊരു ഗ്യാങ്ങിൽപ്പെട്ട് കറുത്ത വംശജരുമായി ഇടപഴകുന്നത് നെവിലിന് സഹിച്ചില്ല. നെവിൽ റൂമിലെത്തിയപ്പോൾ റൂംമേറ്റ് നെവിലിനോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നമെന്താ? നിന്റെ മകൻ നിന്റെ പിന്തുണയില്ലാതെ ഇവിടെ കണക്ഷൻസ് ഉണ്ടാക്കുന്നതാണോ? നിനക്ക് അവനോട് അസൂയ തോന്നുന്നുണ്ടോ? നെവിലിന് മറുപടി ഉണ്ടായിരുന്നുമില്ല. ഗാർഡുകളുടെ ഹെഡായ ഹെയ്സ്
ഹെയ്സ് മാഫിയ ഡോണായ ഡെന്നീസിന് വേണ്ടിയും ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഡെന്നീസിനായി വന്ന ഒരു പാക്കേജ് ഹെയ്സ് ഡെന്നീസിന്റെ മുറിയിലേക്ക് എത്തിച്ചു കൊടുത്തു. അടുത്ത ദിവസം ഒലിവർ എറിക്കിനെ സെല്ലിൽ വന്നു കണ്ടു. എറിക്കുമായി ഒലിവർ സംസാരിച്ചു. ആ സമയം 10ാം വയസ്സിൽ കൊലപാതകം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ തന്നെ ജുവനൈൽ കെയറിലേക്ക് മാറ്റിയതാണ് എന്നെറിക്ക് മനസ്സ് തുറന്ന് ഒലിവറോട് പറയുന്നുണ്ട്. ഒലിവറും താനും 10ാം വയസ്സിൽ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റപ്പെട്ടതായിരുന്നു എന്നെറിക്കിനോട് വിശദീകരിച്ചു. വീണ്ടും കൗൺസിലിംഗ് സെഷൻ തുടർന്നു പോന്നു. പലപ്പോഴും പരസ്പരം എതിരാളികളെ കളിയാക്കുന്ന തരത്തിലും മറ്റുമായിരുന്നു കൗൺസിലിംഗ് സെഷൻ മുന്നേറിക്കൊണ്ടിരുന്നത്. ദേഷ്യത്തിൽ കലഹങ്ങളും മറ്റും സംഭവിക്കും. പക്ഷേ വൈകാതെ അതവർക്കിടയിൽ സോൾവ് ആവുകയും ചെയ്യും. അത്തരത്തിൽ തങ്ങളുടെ ഉള്ളിലെ വയലന്റ് സ്വഭാവത്തെയും ദേഷ്യത്തെയും ഒക്കെയും കൺട്രോൾ ചെയ്യാൻ ഓരോരുത്തരും പഠിച്ചു വരികയായിരുന്നു. എറിക്ക് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞതും എറിക്ക് തന്റെ അച്ഛൻ നെവീലിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അച്ഛനോട് മുഖാമുഖം സംസാരിക്കാനായിരുന്നു അത്. പക്ഷെ അവന്റെ അച്ഛനാകട്ടെ ബ്ലാക്ക് ഇൻമേറ്റ്സുമായി എറിക് കൂട്ടുകൂടുന്നതിലുള്ള അതൃപ്തി എറിക്കിന്റെ മുഖത്തു നോക്കി പറയുകയാണ്. എറിക്കിന് പറയാനുണ്ടായിരുന്നതാകട്ടെ ജയിലിൽ അച്ഛൻ തന്റെ അച്ഛനായി പെരുമാറി തന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കേണ്ടതില്ല എന്ന മട്ടിലുമായിരുന്നു. രണ്ടുപേരുടെയും സംസാരം നേർരീതിയിൽ വന്നില്ല. മാത്രമല്ല തന്റെ സെല്ലിലെ പാർട്ട്ണറുമായി തന്റെ അച്ഛനൊരു റൊമാൻറ്റിക് ഗേ റിലേഷൻഷിപ്പിലാണ് എന്നുകൂടി അറിഞ്ഞതും എറിക്ക് വല്ലാതെ തകരുന്നുണ്ട്. ദേഷ്യത്തിൽ അവൻ സെല്ല് വിട്ട് തന്റെ വിങ്ങിലേക്ക് പോരുന്നു. അടുത്ത ദിവസത്തെ ഗ്രൂപ്പ് മീറ്റിംഗിൽ റേസിസത്തെ പറ്റിയൊക്കെയായിരുന്നു അവർക്കിടയിൽ സംസാരം വന്നത്. അന്ന് അതിനുശേഷം ഹാസനും മറ്റൊരു സുഹൃത്തിനുമൊപ്പം ജിമ്മിൽ എറിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോയി. അങ്ങോട്ടേക്കെത്തിയ നെവീലും അത് നോക്കിക്കാണുന്നുണ്ട്. നെവീലിന്റെ അതൃപ്തി മുഖത്ത് വ്യക്തമായിരുന്നു. അന്നൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ എറിക്ക് കുളിക്കാൻ കയറിയപ്പോൾ ജാഗോ പറഞ്ഞുവിട്ട വ്യക്തി അവിടെ വെച്ച് എറിക്കിനെ കടന്നാക്രമിക്കുകയാണ്. എറിക്ക് പക്ഷേ തിരിച്ചടിച്ചു. അറ്റാക്കറെ താഴെ വീഴ്ത്തിയതും അവനെ അയച്ചതാരാണ് എന്നെറിക്ക് തിരക്കുന്നു. ജാഗോ ആണെന്നും എറിക്ക് മനസ്സിലാക്കുകയാണ്. അതോടെ രോഷം ഇരച്ചു കയറിയ എറിക്കാകട്ടെ താൻ ഒളിപ്പിച്ചു വെച്ച് താനുണ്ടാക്കിയ വെപ്പണെടുത്ത് ജാഗോയുടെ അടുത്തേക്ക് കടന്നു ചെന്ന് ജാഗോയെ ആക്രമിച്ച് ജാഗോയുടെ ശരീരത്തിൽ മുറിവ് തീർത്തു. പക്ഷേ ജാഗോ പറഞ്ഞത് എറിക്കിനെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചത് ജയിൽ ഭരിക്കുന്ന മാഫിയ ഡോണായ ഡെന്നീസ് ആണ് എന്ന തരത്തിലായിരുന്നു. അതോടെ ദേഷ്യം പിടിച്ച് എറിക് ഡെന്നീസിനെ എതിരിടാൻ ഡെന്നീസിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. എറിക് ഡെന്നീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. കൃത്യസമയം അവിടെ ഉണ്ടായിരുന്ന നെവിൽ തന്റെ മകനെ തടഞ്ഞു നിർത്തി. വൈകാതെ തന്നെ ഡെന്നീസ് എറിക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊല്ലാനയച്ചത് ജാഗോ ആണെന്ന് തിരിച്ചറിയുകയാണ്. അതോടെ ജാഗോയുടെ മുമ്പിലേക്കെത്തുന്ന ഡെന്നീസ് ജാഗോയെ ഭീഷണിപ്പെടുത്തി. എത്രയും വേഗം ഈ ജയിൽ വിട്ടുപോകാൻ സാധിക്കുമെങ്കിൽ നീ പൊക്കോളാനും, ഇല്ലെങ്കിൽ നീ ഇവിടെ കൊല്ലപ്പെടും എന്നുമായിരുന്നു ഡെന്നീസിന്റെ വാണിംഗ്. പിന്നീട് ഡെന്നീസ് എറിക്കിനൊപ്പം ഇരുന്ന് അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഫൈറ്റൊക്കെ ഉപേക്ഷിച്ച് തന്റെ കൂടെ കൂടുവാൻ ഡെന്നീസ് എറിക്കിനോട് ആവശ്യപ്പെട്ടെങ്കിലും എറിക്കത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. പിന്നാലെ നെവിൽ ഒലിവറെ കണ്ട് സംസാരിച്ചു. എറിക്കിനെ വേഗത്തിൽ ജയിലിൽ നിന്ന് പുറത്തു കടത്താൻ എത്തരത്തിൽ അവനെ ട്രെയിൻ ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു സംസാരം. പക്ഷേ ഒലിവർ തന്റെ രീതി അങ്ങനൊന്നുമല്ല എന്ന് കൃത്യമായി നെവിലിനെ അറിയിച്ചു. അടുത്ത ദിവസത്തെ കൗൺസിലിംഗ് സെഷനിൽ ആങ്കർ മാനേജ്മെന്റ് ആയിരുന്നു അവർ കൈകാര്യം ചെയ്തത്. അന്ന് എറിക്കിനെ ക്ഷുഭിതനാക്കുവാൻ അവിടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എറിക് വിദഗ്ധമായി അത് സർവൈവ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഏവരും അവനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുമുണ്ട്. ഒരു ഗാർഡ് ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഹെയ്സ് ഒലിവറുമായി സംസാരിച്ചു. എറിക് അന്ന് ടൈറോന്റെയും ഹാസിന്റെയും മുറിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുണ്ടാകുന്ന അടുപ്പം നെവിൽ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. നെവിലിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നെവിൽ പിന്നാലെ ടൈറോനെ വിളിപ്പിച്ചു. ടൈറോണുമായി നെവിൽ കുറച്ചുനേരം സംസാരിച്ചു. കൗൺസിലിംഗ് സെഷനെ പറ്റി ചോദിച്ചറിഞ്ഞു. തനിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാനും ടൈറോനോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം കൗൺസിലിംഗ് സെഷൻ നടക്കുമ്പോൾ നെവിൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ചെറുപ്പത്തിൽ എറിക്ക് പ്രവർത്തിച്ച ഒരു സംഗതി പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാൻ നെവിൽ ശ്രമിച്ചു. ശേഷം നെവിൽ അവിടെ നിന്ന് പോയി. നെവിൽ പോയതിനു പിന്നാലെ ടൈറോണും മറ്റുള്ളവരും നെവിൽ പറഞ്ഞ സംഗതി വെച്ച് എറിക്കിനെ കളിയാക്കാൻ തുടങ്ങി. എറിക്കിന്റെ കൺട്രോൾ വിട്ടുപോയിരുന്നു. അവിടെ ഒച്ചപ്പാടും ബഹളവും ഫൈറ്റും സംഭവിക്കുകയാണ്. അത് യാഥാർത്ഥ്യത്തിൽ നെവിലിന്റെ പദ്ധതിയായിരുന്നു. കൗൺസിലിംഗ് റൂമിൽ അത്തരത്തിൽ സംഭവിച്ചതോടെ ഹെയ്സ് എത്തി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. എറിക്കാണ് കൗൺസിലിംഗ് റൂമിൽ പ്രശ്നമുണ്ടാക്കിയത് എന്നാരോപിച്ച് ഹെയ്സിനെ കൗൺസിലിംഗ് സെഷനിൽ നിന്ന് തന്നെ ഹെയ്സ് പിൻവലിക്കുകയാണ്. പിന്നീട് എറിക്കിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഒലിവറെ തൽക്കാലത്തേക്ക് ജയിലിൽ നിന്ന് മാറ്റി നിർത്താൻ ഹെയ്സ് തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഹെയ്സ് ഒലിവറെ നേരിട്ട് കണ്ട് അവനെ വിറളി പിടിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു. പരിധി വിട്ടതും ഒലിവർ ഹെയ്സിനെ കടന്നാക്രമിക്കുകയാണ്. അതോടെ അത് തന്റെ പക്ഷത്തേക്ക് തിരിച്ച ഹെയ്സ് വോളണ്ടിയറായ ഒലിവറെ ജയിലിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് എറിക്ക് ക്യാന്റീനിൽ ഭക്ഷണത്തിനായി
ക്യൂവിൽ നിൽക്കുമ്പോൾ നിവീൽ വന്ന് എറിക്കിന്റെ പിന്നിൽ നിന്നു അച്ഛൻ തന്നെ ഇങ്ങനെ ഭരിക്കുന്നതും തനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്യുന്നതും എറിക്കിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ട് തന്റെ പിന്നിൽ നിന്നു വന്ന അച്ഛനെ അവഗണിച്ച് അവൻ ലൈനിന്റെ പുറകിലേക്ക് പോവുകയാണ്. പക്ഷേ അച്ഛൻ അവന്റെ പിന്നാലെ ചെല്ലാൻ തുടങ്ങി. എറിക്ക് നേരെ സെല്ലിലേക്ക് പോയി. അച്ഛൻ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്കും എത്തി. കാര്യങ്ങൾ പരിധി വിടുന്നതോടെ എറിക്കിന്റെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറാൻ ആരംഭിച്ചിരുന്നു. അച്ഛനാണ് കൗൺസിലിംഗ് സെഷനിൽ പ്രശ്നമുണ്ടാക്കിയത്, തന്നെ കൂട്ടുകാരിൽ നിന്ന് അകത്താനാണത് എന്നൊക്കെ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതോടെ ഒന്നും രണ്ടും പറഞ്ഞ് നെവിയിലും എറിക്കും തമ്മിൽ ഒരു ഫൈറ്റ് സംഭവിക്കുകയാണ്. ഫൈറ്റിനിടയിൽ അവർ തമ്മിൽ വാക്കുതർക്കം നടക്കുമ്പോൾ എറിക്കിനെ തടയുവാൻ ഡെന്നീസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. പക്ഷേ ദേഷ്യത്തിൽ എറിക്ക് ഡെന്നീസിനെയും ഇടിച്ചിടുകയാണ്. വീണ്ടും എറിക്ക് തന്റെ രോഷം മുഴുവൻ അച്ഛന്റെ മേൽ തീർക്കാൻ തുടങ്ങി. ഒടുവിൽ ഗാർഡുകളെത്തി എറിക്കിനെ പിടിച്ചുമാറ്റി അവിടെ നിന്ന് സോളിറ്ററി റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. റൂമിലടച്ചിട്ടും കുറെ നേരത്തേക്ക് എറിക്ക് വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശബ്ദമൊന്നും കേൾക്കാതായി. മറുവശത്തെ ഏകാന്ത തടവിൽ നിവീലിനെയും ഗാർഡുകൾ തൽക്കാലത്തേക്ക് പൂട്ടിയിരുന്നു. കുറച്ചു കഴിഞ്ഞ് എറിക്കിന്റെ ശബ്ദം കേൾക്കാതായതും നിവീല് പാനിക്കായി. മോൻ അവിടെയുണ്ടോ എന്നവൻ വിളിച്ചു ചോദിക്കാൻ ആരംഭിച്ചു. കുറെ കഴിഞ്ഞതും സഹികെട്ട് എറിക് ഒച്ചയുണ്ടാക്കി. മകൻ ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞതും നിവീലിന് സമാധാനമാവുകയായിരുന്നു. പോലീസുകാർ നിന്നെ എന്താണ് ചെയ്തത് എന്ന് നിവീൽ എറിക്കിനോട് ചോദിച്ചു. ഒന്നും ചെയ്തില്ലെന്നായിരുന്നു എറിക്കിന്റെ മറുപടി. അത് കേട്ടതും നിവിൽ അല്പം പാനിക്കായി. ഒന്നും ചെയ്തില്ലെങ്കിൽ വലുതെന്തോ വരാനിരിക്കുന്നു, അതുകൊണ്ടാണ് എന്ന് നിവീലിന് അറിയാമായിരുന്നു. വൈകാതെ അവിടുള്ള ഒരു ഗാർഡിനെ സ്വാധീനിച്ച് നിവീല് പുറത്തു കടക്കുകയാണ്. അവിടെ നിന്നിറങ്ങിയ നിവീൽ മകന്റെ റൂമിലേക്ക് ചെന്നു നോക്കി. മകൻ അവിടെങ്ങും ഉണ്ടായിരുന്നില്ല. അതോടെ നിവീൽ അല്പം പാനിക്കാകുന്നുണ്ട്. നിവീൽ വേഗം ഡെന്നീസിന്റെ മുറിയിലേക്ക് ചെന്നു. തന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. തന്റെ മകന്റെ പെരുമാറ്റത്തിന് നിവീൽ ഡെന്നീസിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷേ താനൊന്നും ഉത്തരവ് കൊടുത്തിട്ടില്ലെന്നും എറിക്ക് തന്റെയും ഫാമിലി മെമ്പർ പോലല്ലേ എന്നായിരുന്നു ഡെന്നീസ് പറഞ്ഞത്. പക്ഷെ അത് കളവായിരുന്നു. അവരിരുവരും സോളിറ്ററി കൺഫൈൻമെന്റിലായിരുന്ന സമയത്ത് എറിക്കിനെ കൊന്നു തള്ളിയേക്കാൻ ഡെന്നീസ് നിർദ്ദേശം കൊടുത്തിരുന്നു. നിവീലും ഡെന്നീസും തമ്മിലുള്ള സംസാരം നടക്കുമ്പോഴേ പ്രസന്റ് ഗാർഡുകൾ സെഗ്രിഗേഷൻ ഏരിയയിൽ വെച്ച് എറിക്കിനെ കൊലപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ജീവനോടെ അവനെ തൂക്കിക്കൊല്ലാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാര്യങ്ങൾ അതിനോടകം തിരിച്ചറിഞ്ഞിരുന്ന നെവീലാകട്ടെ ഡെന്നീസിനെ അവിടെ വെച്ച് തന്നെ കുത്തിക്കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ നെവീൽ സെഗ്രിഗേഷൻ ഏരിയയിലേക്ക് കടന്നു ചെന്നു. തന്റെ മകനെ തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഗാർഡുകളെ നെവിൽ നേരിട്ട് കാണുകയാണ്. അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തി തന്റെ മകനെ നെവിൽ രക്ഷപ്പെടുത്തുന്നു. മറുവശത്ത് ഹെഡ്വാർഡൻ ആണെങ്കിലോ അതിനോടകം എറിക്കിന്റെ സൂയിസൈഡിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ അച്ഛൻ തന്നെ രക്ഷിച്ചത് തിരിച്ചറിഞ്ഞതും അച്ഛന്റെ തന്നോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് എറിക്കന്ന് പൊട്ടിക്കരയുകയാണ്. അച്ഛനില്ലായിരുന്നെങ്കിൽ താൻ ഈ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടേനെ എന്നുകൂടി എറിക്ക് തിരിച്ചറിയുന്നു. പിന്നീട് എറിക്ക് മെഡിക്കൽ റൂമിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെ ചികിത്സയിലൂടെ അവൻ ഭേദപ്പെട്ടു വന്നു. ആ സമയം അവനെ കാണുവാൻ ഗ്രൂപ്പിലെ ഹസനും മറ്റുള്ളവരും എത്തിച്ചേർന്നു. അവരവന്റെ സുഖവിവരങ്ങൾ തിരക്കി സംസാരിച്ചു. പിന്നീട് ഒരു ദിവസം ഒരു ഗാർഡ് വന്ന് അവന്റെ സെല്ലിൽ നിന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എറിക്ക് എത്തിച്ചേർന്നത് ജയിലിന്റെ പുറത്തേക്കായിരുന്നു. അവിടെ ആ സമയം എറിക്കിന്റെ അച്ഛൻ നെവീലിനെ ആ ജയിലിൽ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. എറിക്കിനെ രക്ഷപ്പെടുത്തുവാൻ ജയിലിൽ നെവീൻ സൃഷ്ടിച്ച പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു അത്. നെവീൽ പോകുന്നതിനു മുമ്പ് അച്ഛനെയും മകനെയും ഒരിക്കൽ കൂടി നേരിൽ കാണുവാൻ പുതിയ ഗാർഡ് അനുവദിക്കുകയായിരുന്നു. നെവീലിനടുത്തേക്ക് എറിക് ഓടിയെത്തി. നെവീൽ എറിക്കിനെ ചേർത്തു പിടിച്ചു. നിന്റെ അച്ഛനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.